കാർഷിക മേഖലാ പ്രദേശങ്ങളിൽ കൂടുതലായുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ചാത്തമംഗലം ഡിവിഷനിൽ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം. അതോടൊപ്പം മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ഡിവിഷനിലേക്ക് എത്തിക്കാനായാണ് BJP സ്ഥാനാർത്ഥി K. ഗണേശൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. കൂടാതെ കർഷക തൊഴിലാളികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾക്കുള്ള പദ്ധതികളും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും രമ്യദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ചാത്തമംഗലം ഡിവിഷനിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ചാത്തമംഗലം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള K. ഗണേശനാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ഒരു ചായക്കടയിൽ നിന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ ചാത്തമംഗലം ഡിവിഷൻ എന്ന് പറയുമ്പോൾ കുന്നമംഗലം പഞ്ചായത്ത്, അതുപോലെ തന്നെ പെരുവയൽ, മാവൂർ, ചാത്തമംഗലം എന്നീ പഞ്ചായത്തുകളിലെ 49ഓളം വാർഡുകൾ ചേർത്താണ് ഈ ചാത്തമംഗലം ഡിവിഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ചാത്തമംഗലം ഡിവിഷനിൽ എങ്ങനെയാണ് NDAയുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നൊക്കെ വിശേഷങ്ങൾ നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം. ഗണേശേട്ടാ, ചായ കുടിച്ചിട്ടാണ് ഇന്നത്തെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത് അല്ലേ? ചായ കുടിച്ചു. എങ്ങനെ പോകുന്നു? വളരെ സജീവമായിട്ട് പ്രചരണം മുന്നോട്ട് പോകുന്നു. പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് അറിയാം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോഴിക്കോട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വലിയ CPM-നൊക്കെ വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അതൊക്കെ മാറിയിട്ട് എല്ലാവരും നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെൻറ്റിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് ഇപ്പം രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങുന്നു, സജീവമായി പ്രവർത്തിക്കുന്നു, സ്ഥാനാർത്ഥികൾ സജീവമായി പ്രവർത്തിക്കുന്നു. വലിയ തരത്തിലുള്ളൊരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. രാഷ്ട്രീയപരമായി എടുത്ത് നോക്കുകയാണെങ്കിൽ 44 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ 49 വാർഡുകളായിട്ട് ചാത്തമംഗലം ഡിവിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഇടത് കോട്ടയായിരുന്നു. ഇപ്രാവശ്യം ഇടത് കോട്ട പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് NDAയുടെ നേതൃത്വത്തിൽ. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? 48 വാർഡുകളുണ്ട്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ടർമാരുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ തോതിൽ സ്ത്രീകളാണ് വോട്ടർമാരായിട്ടുള്ളത്, യുവജനങ്ങളുണ്ട്, ഗ്രാമീണരായിട്ടുള്ള, അതായത് കാർഷിക വൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട കാർഷിക കേന്ദ്രം തന്നെയാണ് ഈ ചാത്തമംഗലത്തിൻ്റെയും കുന്നമംഗലത്തിൻ്റെയും മാവൂരിൻ്റെയും പ്രദേശങ്ങൾ. പക്ഷേ അതിനപ്പുറത്ത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന മാവൂർ ഗോളിറൻസ് ഈ എൻ്റെ ഡിവിഷനിലാണുള്ളത്. പക്ഷെ അത് പൂട്ടിക്കിടക്കുന്നു. അവിടേക്ക് ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ സർക്കാരിന് സാധിക്കില്ല. ഞാൻ ഉറപ്പ് തരുന്നു, എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അവിടെ നരേന്ദ്രമോദി സർക്കാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൂടി ഒരു നേതൃത്വത്തിൽ ഒരു വലിയ ഒരു പ്രൊജക്റ്റ്, അത് IT ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ടൂറിസവുമായി ബന്ധപ്പെടുത്തിയിട്ടും, കാരണം ടൂറിസത്തിനൊക്കെ വലിയ സാധ്യതകളുണ്ട്. കാരണം കാർഷിക ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ടൂറിസത്തിനൊക്കെ വലിയ സാധ്യതകളുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വലിയ വികസനം കൊണ്ടുവരാൻ ഞാൻ മുൻകൈ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ ഇടത് കോട്ട എന്ന് പറയുന്നത് അത് ഈ പ്രാവശ്യം ഒലിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒലിച്ചു പോകും. തെരഞ്ഞെടുപ്പ് ചൂടാണ്, അതിനൊപ്പം ചായ ചൂടാറാതെ കുടിക്കണമെന്നാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ മോദി വികസനത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂടി കുറച്ചും കൂടി ഒരു BJP എന്നുള്ളത് ഒരു ഹിന്ദു വർഗീയത എന്നുള്ളത് നമുക്ക് മറ്റു പാർട്ടികൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്ന റെസ്പോൺസ്, എങ്ങനെയാണ് ആളുകളുടെ അടുത്ത്? ഞാൻ പലപ്പോഴും ഇവിടെ ഈ പ്രദേശത്തെ വീടുകളിൽ കയറുന്ന സമയത്ത് ഇവർ പലപ്പോഴും ഞാൻ CPM അനുഭാവിൻ്റെ ആളുകളുടെ വീടുകളുണ്ട്. രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ മാളികപ്പുറങ്ങളായിട്ടുള്ള അമ്മമാരൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ ഈ CPM-കാരൊക്കെ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ സംസാരം കിട്ടുമ്പോൾ ആരാണ് ഇതിൽ വർഗീയവാദം ഏറ്റവും കൂടുതൽ പറയുന്നതെന്ന് സംശയമാണ്. കാരണം ഒരു അമ്മ ശബരിമലയിൽ പോയി വന്ന അമ്മ ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞു എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ അയ്യപ്പൻ്റെ സ്വർണവും അടിച്ചു കൊണ്ടുപോയി, ഒരു തുള്ളി വെള്ളം പോലും തരുന്നില്ല അവിടെ ശബരിമലയിൽ. അത്രയേറെ ബുദ്ധിമുട്ടിക്കുക ഈ സർക്കാരിനെ. എന്താ പറയുക, ഞാൻ ഇത്ര കാലം അരിവാൾ ചുറ്റികയ്ക്ക് മാത്രം വോട്ട് ചെയ്ത ആളാണ്. ഈ പ്രാവശ്യം താമരയ്ക്കേ വോട്ട് ചെയ്യൂ എന്നാ. അപ്പോൾ മോദി വികസനത്തോടൊപ്പം തന്നെ ശബരിമലയൊക്കെ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അല്ലേ? ഒരു ഹിന്ദു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സമ്പത്ത് സൂക്ഷിക്കാൻ ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചതാണ്. അവരെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചു. പക്ഷേ ഏൽപ്പിച്ച ആൾക്കാർ തന്നെ ഏറ്റവും വലിയ കൊള്ളക്കാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ. അപ്പോൾ അവർക്ക് അതിൻ്റെ വികാരം ഉണ്ടാവും. അപ്പോൾ അവർ അത് പറയുമ്പോൾ അവരെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അതിനു വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് നരേന്ദ്രമോദി കൊടുക്കുന്ന വികസന പ്രവർത്തനം നേരിട്ടിട്ടാണ് അവർക്കൊക്കെ പണം അക്കൗണ്ടിൽ എത്തിച്ചു കൊടുക്കുന്നത്. പണ്ടൊക്കെയാണ് എങ്ങനെ എത്തിച്ചു കൊടുക്കുക, ആളുകളുടെ കൈമാറി വരുന്ന സമയത്ത് ആളുകൾക്ക് കിട്ടാതെയാവുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവർക്ക് കിട്ടുന്നു,
അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നു. നല്ല നല്ല റോഡുകൾ ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒറ്റ കാര്യം കൂടിയുള്ളൂ. ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ചേർന്നിട്ട് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ അതിനെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് വലിയ മാറ്റം ഈ നാടിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. എന്തായാലും ഡിസംബർ 13 റിസൾട്ട് വരുമ്പോൾ ഈ ചാത്തമംഗലം ഡിവിഷനിൽ താമര വിരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.